ഗൂഗിൾ പേ വഴി എങ്ങനെ ഒരു പേഴ്സണൽ ലോൺ എടുക്കാം? പണ്ട് നമ്മൾ ഗൂഗിൾ പേ ത്രൂ പേഴ്സണൽ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ, ICICI ബാങ്കിൻ്റെ ഒക്കെ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണുകൾ നമുക്ക് ഗൂഗിൾ പേ ത്രൂ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ പേഴ്സണൽ ലോണുകളൊക്കെ ഗൂഗിൾ പേ വഴി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, NBFC ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ, അവർ ത്രൂ ആണ് ഗൂഗിൾ പേ ഇപ്പോൾ ഇങ്ങനെയുള്ള ലോൺസ് കൊടുക്കുന്നത്. നമുക്ക് ഗൂഗിൾ പേയിൽ എല്ലാവർക്കും ഇത് എലിജിബിൾ ഒന്നല്ല. നല്ല ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്കുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഗൂഗിൾ പേയിൽ ലോൺസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരുപാട് പേർക്ക് അത് കാണുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഗൂഗിൾ പേ തന്നെയാണ് മിക്ക സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന അക്കൗണ്ട്സ് ആണെങ്കിൽ, ഗൂഗിൾ പേ അക്കൗണ്ടുകളാണെങ്കിൽ അവർ ഇങ്ങനെയുള്ള ഈ ലോൺസിൻ്റെ ഓഫർ കൊടുക്കും. അവിടെ ഈ എലിജിബിലിറ്റിക്കുള്ള സാധ്യത ഭയങ്കര കൂടുതലുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ പേ നല്ലപോലെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ എടുക്കുക. നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് DMI ഫിനാൻസ് എന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ പേഴ്സണൽ ലോൺ അവൈലബിൾ ആയിരിക്കും. ഇതിന് വലിയ ഡോക്യുമെൻറ്റേഷനോ കാര്യങ്ങളൊന്നും വേണ്ട. വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിലൊക്കെ നമുക്ക് ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്ക് കൂടുതൽ വൈകിപ്പിക്കാതെ ഇത് എങ്ങനെ എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, കണ്ടുനോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കുറച്ച് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ലോൺസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്കൊരു ഓഫർ പേജിലോട്ട് വരും. ഇത് അവരുടെ ലോൺസിൻ്റെ സെക്ഷൻ. ഇവിടെ യുവർ ലോൺസ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. അത് നിങ്ങളെടുത്ത ലോണുകളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ടെന്യൂറാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ EMI എമൗണ്ട് എത്രയാണ് വരുന്നതെന്ന് കാണിക്കും. അത് കാണിച്ചു കഴിഞ്ഞാൽ ഫീസ് ആൻഡ് ടാക്സസ് ചെയ്തിട്ട് എത്ര പോകുമെന്നൊക്കെ കാണിക്കും. അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് റിക്കവർ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലായതിനു ശേഷം കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആവോ ഇല്ല എന്ന് അറിയാനായിട്ട് പറ്റും. ഇൻ കേസ് അപ്രൂവ് ആവുകയാണെങ്കിൽ അപ്രൂവ് ആയ ആപ്ലിക്കേഷനിൽ KYC നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ KYC നമ്മൾ ചെയ്യേണ്ടത് DMI ഫിനാൻസിനാണ് KYC ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ KYC വെരിഫിക്കേഷൻ നമ്മളവിടെ കംപ്ലീറ്റ് ആവണം. അതിനായിട്ട് നമ്മുടെ ആധാർ നമ്പർ ഡിജി ലോക്കറിൽ കൊടുത്തിട്ട് നമ്മുടെ ആധാർ നമ്പർ ഉണ്ടല്ലോ, ആധാർ നമ്പർ ത്രൂ ആണ് ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതിനുശേഷം നമ്മൾ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഒരു OTP വരും. ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഫോൺ നമ്പറിലോട്ട് ഒരു OTP വന്ന് ഈ വെരിഫിക്കേഷൻ അവിടെ സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ആ മറ്റേ പേജിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP കൂടി ഉണ്ട്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ DMI ഫിനാൻസിൻ്റെ പേജിലോട്ട് പിന്നെയും പോകും. ബാക്കി സ്റ്റെപ്സ് ഒക്കെ നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. ആ ഫോട്ടോ ഒക്കെ നിങ്ങൾ ഫോണിൽ ക്യാപ്ചർ ചെയ്ത് സെൽഫി ക്യാപ്ചർ ചെയ്തിട്ട് അത് എൻ്റർ ചെയ്യണം. അത് നമ്മളോട് സ്കിപ്പ് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ ഡിജി ലോക്കറിൽ DMI ഫിനാൻസ് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ച് ചെയ്യാനുള്ളൊരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. അത് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷം കണ്ടിന്യൂ എന്നൊരു ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും താഴെ. ആ ടാബുമ്പോൾ ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. കണ്ടിന്യൂ എന്നൊരു ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ KYC ഏകദേശം കുറച്ച് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആവും. KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അത് ഓട്ടോ ഡെബിറ്റിനായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിലുള്ള ബാങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്കിൻ്റെ പേര് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അക്കൗണ്ട് ഹോൾഡറുടെ നെയിം, അത് എമൗണ്ട് കിട്ടാനും ഈ മാൻഡേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഓട്ടോ ഡെബിറ്റിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ട് ഹോൾഡറുടെ നെയിം കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നെറ്റ് ബാങ്കിങ് വേണമെങ്കിൽ അങ്ങനെ നെറ്റ് ബാങ്കിങ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് ത്രൂ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാൻഡേറ്റിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ലോൺ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി എമൗണ്ട് അവർ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലോൺ അഗ്രിമെൻറ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഒരു 30 മിനിറ്റ്സിനുള്ളിലൊക്കെ മാക്സിമം ക്രെഡിറ്റ് ആവും. മാക്സിമം മാറ്റാൻ പോയി കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ അതിനുള്ളിൽ ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് വായിച്ച് നോക്കാനായിട്ട് പറ്റും. അതിനുശേഷം മാത്രം വേണമെങ്കിൽ എഗ്രി കൊടുത്താൽ മതി. എഗ്രി കൊടുത്തു കഴിഞ്ഞാലാണ് എമൗണ്ട് അക്കൗണ്ടിലോട്ട് കയറത്തുള്ളൂ. ഇങ്ങനെയാണ് ഇവരുടെ ഒരു സ്റ്റെപ്പ് വരുന്നത്. ഇതാണ് ഗൂഗിൾ പേ കൊടുക്കുന്ന ഈ DMI ഫിനാൻസുമായിട്ട് ചേർന്ന് കൊടുക്കുന്ന ഒരു പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ എമൗണ്ടുകളല്ല, നല്ല എമൗണ്ടുകളൊക്കെ തന്നെ ഇതിൽ അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൂഗിൾ പേ കൊടുക്കുന്ന പേഴ്സണൽ ലോൺ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എലിജിബിൾ ആവാത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ലിങ്ക്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ആപ്റ്റ് ആവുന്ന ലോൺസ് ഒക്കെ ട്രൈ ചെയ്ത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എടുത്തേക്ക്. ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.